+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ദിസ് ഇസ് പാർട്ട് 3. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 2.1 പിന്നെ ചില റിസൾട്ട്സുകളുണ്ട്. അതിനെ വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലംസുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ, ഓർഡേർഡ് പെയർ. 2 elements, 2 values written in a specific order is known as ordered pair. രണ്ടാമത് പഠിച്ചത് കാർട്ടീഷ്യൻ product of 2 non-empty sets A and B. A cross B is equal to set of all ordered pairs AB. First element A belongs to first set and second element belongs to second set. Now third one, number of elements in A cross B, that is n of A cross B is equal to n of A into n of B. Fourth one, ordered triplet. 3 elements which are written in a specific order is known as ordered triplet. Then cross product of 3 non-empty sets. അതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ n ക്രോസ് n, r ക്രോസ് r, r ക്രോസ് r ക്രോസ് r ഈ 3 കാര്യങ്ങൾ കൂടി നോക്കിയിട്ടുണ്ട്. n ക്രോസ് n കൺസിസ്റ്റ് എലമെന്റ്സ് 1 1 1 2 1 3 എക്സെട്ര 2 1 2 2 2 3 എക്സെട്ര. നമ്മളത് ജിയോജിബ്രയിൽ കണ്ടു അല്ലേ? പോയിന്റ്സ് കിട്ടും. 1 1 2 2 3 3 1 2 1 3 1 4 2 1 2 2 എക്സെട്ര പോയിന്റ്സ് കിട്ടും. ആർ ക്രോസ് ആർ എടുത്തപ്പോഴോ പ്ലെയിനിന്റെ മുകളിൽ വരുന്ന എല്ലാ പോയിന്റ്സ് കിട്ടും. ഫസ്റ്റ് എലമെന്റും റിയൽ നമ്പർ ആയിരിക്കും, സെക്കൻഡ് നമ്പറും റിയൽ നമ്പർ ആയിരിക്കും. 0.1 0.5 -0.2 0.3 എക്സെട്ര എല്ലാ പോയിന്റ്സും കിട്ടും. ഇനിയിപ്പോൾ ആർ ക്രോസ് ആർ എടുത്തു കഴിഞ്ഞാൽ സ്പേസിൽ വരുന്ന പോയിന്റ്സ് ആണ് കിട്ടുന്നത്. 1 2 3 0.1 0.2 0.5 അങ്ങനെ ഇരിക്കുന്ന സ്പേസിൽ വരുന്ന പോയിന്റ്സ് ആണ് കിട്ടുന്നത്. XYZ 3 കോർഡിനേറ്റ്സും അതിലുണ്ടാകും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A cross B cross C is equal to n of A into n of B into n of C. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസുകളിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. എക്സസൈസ് 2.1 ഫോർത്ത് പ്രോബ്ലം. ആദ്യത്തെ 3 പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 4ാമത്തെ പ്രോബ്ലം വെച്ചിട്ടാണ്. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്, റീറൈറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി. സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫാൾസ് ആണോ പറയണം. ഫാൾസ് ആണെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ, if P equal to set mn and Q equal to set nm, then P cross Q is equal to, നോക്കി, P is mn, Q equal to nm. തന്നിരിക്കുന്ന P cross Q എന്താ? സെറ്റ് ഓർഡേർഡ് പെയർസ് mn nm. ഇത് കറക്റ്റ് ആണോ? P cross Qന്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് വരും? P cross Q is equal to set ordered pairs mn mm. ആ mm ഇവിടെ ഇല്ല. പിന്നെ വരുന്നത് എന്തൊക്കെയാ? nn, ഓർഡേർഡ് പെയർ nn, then ഓർഡേർഡ് പെയർ nm. P cross Qന്റെ അകത്ത് 4 എലമെന്റ്സ് വേണം. n of p is 2, n of q is 2, n of p cross q is equal to 4. പക്ഷെ ഇവിടെ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. mm nn ആ 2 എലമെന്റ്സ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് false. What is correct statement? P cross Q is equal to set of all ordered pairs mn mm nn nm. This is P cross Q. So given statement is false. Now second one, if A and B are non-empty sets, then A cross B is a non-empty set of ordered pairs xy such that x belongs to A and y belongs to B. Given statement is true because A and B are non-empty. A and B consist elements. എയും ബിന്റെ അകത്ത് എലമെന്റ്സ് ഉണ്ട്, നോൺ എംറ്റി ആണ്, നൾ സെറ്റ് അല്ല, എലമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എയും ബിന്റെ അകത്ത് എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിന്റെ അകത്തും എലമെന്റ്സ് ഉണ്ടാകും. എ ക്രോസ് ബിയും നോൺ എംറ്റി ആയിരിക്കും. അത് മാത്രമല്ല, എ ക്രോസ് ബിന്റെ അകത്തിരിക്കുന്ന എലമെന്റ്സ് ഈ ഫോർമുല ഉണ്ടാവുക. ഓർഡേർഡ് പെയർസ് എക്സ് വൈ, എക്സ് ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് എലമെന്റ് y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. അത് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. x ബിലോങ്സ് ടു a and y ബിലോങ്സ് ടു b. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. Now third one, if a is equal to set 1 2, b is equal to set 3 4, then a cross b intersection null set equal to null set.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ്. എയും ബിയും തന്നിട്ടുണ്ട്. ഇത് നൾ സെറ്റ് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യണം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നൾ സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടത് ബ്രാക്കറ്റിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളാണ്, ബോർഡ് മാസ് വെച്ചിട്ട്. ബ്രാക്കറ്റ് നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. ബ്രാക്കറ്റിന്റെ അകത്ത് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ്, നൾ സെറ്റിന്റെ അകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ്, ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സെറ്റിലെ കോമൺ എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. ഈ നൾ സെറ്റില് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബിയും നൾ സെറ്റും തമ്മിൽ കോമൺ എലമെന്റ്സ് ഉണ്ടാവുകയില്ല. സോ ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. സോ ദിസ് ബ്രാക്കറ്റ് ഇസ് നൾ സെറ്റ്. ബി ഇനി എത്ര വലിയ സെറ്റ് ആയി കഴിഞ്ഞാലും, ഏത് സെറ്റ് ആയി കഴിഞ്ഞാലും ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ത് തന്നെയായിരിക്കും? നൾ സെറ്റ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ ക്രോസ് നൾ സെറ്റ്. ഓക്കെ, എ ക്രോസ് നൾ സെറ്റ്. അപ്പൊ എയും നൾ സെറ്റുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. നൾ സെറ്റിന്റെ അകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് എയിലെ എലമെന്റ്സിനെ നൾ സെറ്റുമായിട്ട് പെയർ ചെയ്യാൻ പറ്റുമോ? നൾ സെറ്റിലെ എലമെന്റ്സ് ഒന്നുമില്ല. നമുക്കറിയാം എ ക്രോസ് നൾ സെറ്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ എ ക്രോസ്, ദിസ് ഇസ് നൾ സെറ്റ്, എ ക്രോസ് നൾ സെറ്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. Given statement is true because this bracket B intersection null set is null set and A cross null set is equal to null set. Now exercise 2.1 sixth problem. If A cross B equal to set of all ordered pairs AX, AY, BX, BY. Find A and B. ഇപ്പോൾ A cross B ൻ്റെ അകത്തിരിക്കുന്ന എലമെന്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നത് എവിടുന്നാ? ഫസ്റ്റ് സെറ്റ് നിന്നാണ്. അപ്പോൾ ഈ ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാ? എ, പിന്നെ ബി. ഇപ്പോൾ ഈ ഫസ്റ്റ് എലമെന്റ്സ് വരുന്നത് ഫസ്റ്റ് സെറ്റ് എന്നാണ്. അപ്പോൾ എൻ്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാകും? എ ആൻഡ് ബി. സോ എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി. ഇനി എക്സ്, വൈ ഈ എലമെന്റ്സ് എവിടെ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക? സെക്കൻഡ് സെറ്റ് എന്നാണ്. സോ സെക്കൻഡ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ. എക്സ് വൈ മാത്രമേ ഉള്ളൂ ഇവിടെ. സെക്കൻഡ് എലമെന്റ് ആയിട്ട് എക്സ് വൈ മാത്രമേ വന്നിട്ടുള്ളൂ. സോ ബി ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് തന്നാൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെന്റ്സ് ചേർത്തിട്ട് ഫസ്റ്റ് സെറ്റ് ഉണ്ടാക്കണം. സെക്കൻഡ് എലമെന്റ്സ് ചേർത്തിട്ട് സെക്കൻഡ് സെറ്റ് ഉണ്ടാക്കണം. സോ എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി ആൻഡ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ. ഇനി നമുക്ക് കുറച്ച് റിസൾട്ട്സുകൾ ഉണ്ട് ഇതിൽ, അതൊന്ന് നോക്കാം. Now first one, A cross B union C is equal to A cross B union A cross C. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് യൂണിയൻ സാറ്റിസ്ഫൈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 2 into 3 plus 5, 2 into 3 plus 5 is equal to 2 into 3 plus 2 into 5 ചെയ്യുന്ന പോലെ തന്നെയാണ്. അവിടെ പ്രൊഡക്റ്റും അഡീഷനും ആണ്. ഇവിടെ ആണെങ്കിലോ ക്രോസ് പ്രൊഡക്റ്റും യൂണിയനും ആണ്. എ ക്രോസ് ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഈ റിസൾട്ടുകൾ ബൈ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ പ്രോബ്ലംസ് വരുമ്പോൾ വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തരും. വെരിഫൈ ദിസ് റിസൾട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൽ എച്ച് എസ് കണ്ടുപിടിക്കണം, ആർ എച്ച് എസ് കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണോ ചെക്ക് ചെയ്തല്ലേ. ഓക്കെ, നൗ സെക്കൻഡ് വൺ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. എന്താ പറഞ്ഞു നോക്കട്ടെ? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. ഓക്കെ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഇസ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ. ഇവിടെ ഇരിക്കുന്ന ഈ ഓപ്പറേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ബി യൂണിയൻ സി, ആ യൂണിയൻ ആണ് ഇവിടെ നടുക്ക് വരുന്നത്. ഇവിടെ ഇന്റർസെക്ഷൻ, ഇവിടെ ഇന്റർസെക്ഷൻ വന്നു. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. Now third one, A cross B intersection C cross D is equal to A intersection C cross B intersection D. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ? ക്രോസ് പ്രൊഡക്റ്റും ഇന്റർസെക്ഷനും തമ്മിൽ സ്ഥലം മാറ്റിയിട്ടുണ്ട് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ക്രോസ് ഇല്ല സ്ഥലത്തൊക്കെ ഇന്റർസെക്ഷൻ വന്നു, ഇന്റർസെക്ഷൻ ഇല്ല സ്ഥലത്ത് ക്രോസ് വന്നു. അപ്പൊ ഇത് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. എ ബി സി ഡിക്ക് 4 എക്സാമ്പിൾസ് എടുക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 4 5, സി ഇസ് ഈക്വൽ ടു സെറ്റ് 4 5 9, ഡി ഇസ് ഈക്വൽ ടു 1 2 5. ഓക്കെ, ഇനി 4 സെറ്റ്സ് എടുക്കാം. എൽ എച്ച് എസ് കണ്ടുപിടിക്കണം, ആർ എച്ച് എസ് കണ്ടുപിടിക്കണം. രണ്ടും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. Now fourth one, A cross B equal to A cross C. ഓക്കെ, ഈ രണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ഈക്വൽ ആവുന്ന എപ്പോഴാണ് നോക്കിയേ? ഫസ്റ്റ് സെറ്റ് ഈക്വൽ ആണ്,
അപ്പോൾ ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്താവണം? സെക്കൻഡ് സെറ്റും ഈക്വൽ ആവണം. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ക്രോസ് സി ഇഫ് ബി ഇസ് ഈക്വൽ ടു സി. ആ റിസൾട്ടിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4, സി ഈക്വൽ ടു സെറ്റ് 4 5 6. ഫൈൻഡ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. സെക്കൻഡ് വൺ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. തേർഡ് വൺ എ ക്രോസ് ബി യൂണിയൻ സി. ഫോർത്ത് വൺ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അപ്പോൾ 1ഉം 2ലും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. തേർഡ് ആൻഡ് ഫോർ ഒന്ന് ചെക്ക് ചെയ്തേ. എ ക്രോസ് ബി യൂണിയൻ സി ആൻഡ് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഇത് രണ്ടും സെയിം ആയിരിക്കും. എ ക്രോസ് ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ സെയിം ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്ന് നമുക്കത് ചെക്ക് ചെയ്യാം അല്ലേ. Now A is set 1 2 3, B is set 3 4 and C is equal to set 4 5 6. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി കൺസിസ്റ്റ് കോമൺ എലമെന്റ്സ് 3. ഇവിടെ 3 ഇല്ല, ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. സോ കോമൺ എലമെന്റ് ഇസ് 4. ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് 4. അപ്പോൾ നമ്മൾ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ചെയ്യണം. അതായത് എ ക്രോസ് സെറ്റ് 4. സെറ്റ് 1 2 3 ക്രോസ് സെറ്റ് 4. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? 1 4 2 4 3 4. സോ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ is set 1 2 3 cross 4 which is equal to set 1 4 2 4 3 4. ഇതാണ് നമ്മുടെ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. ഇനി നമ്മൾ സെക്കൻഡ് വൺ ചെയ്യാം. സെക്കൻഡ് വൺ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എ ക്രോസ് ബി കണ്ടുപിടിക്കണം, എ ക്രോസ് സി കണ്ടുപിടിക്കണം, അവ തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. എ ക്രോസ് ബി ചെയ്യാം നമുക്ക് ആദ്യം. എ സെറ്റ് 1 2 3, ബി സെറ്റ് 3 4. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? 1 3 1 4, 2 3 2 4, 3 3 3 4. ആ എലമെന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് എ ക്രോസ് ബി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ ക്രോസ് സി. എ ഇസ് 1 2 3, സി ഇസ് 4 5 6. അപ്പോൾ എ ക്രോസ് സിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1 4 1 5 1 6, 2 4 2 5 2 6, 3 4 3 5 3 6. A cross C is equal to 1 4 1 5 1 6, 2 4 2 5 2 6, 3 4 3 5 3 6. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റ്സ് തമ്മിലെ കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കണം, ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഏതൊക്കെയാ കോമൺ എലമെന്റ്സ് ഇരിക്കുന്നത് ചെക്ക് ചെയ്തേ. 1 3, ഇവിടെ 1 3 ഇല്ല, ഇവിടെ 1 4 ഉണ്ട്, 1 4 ഉണ്ട്. 1 4 ഇസ് എ കോമൺ എലമെന്റ്. 2 3 ഇവിടെ ഇല്ല, ഇവിടെ 2 4 ഉണ്ട്, ഇവിടെയും 2 4 ഉണ്ട്. സോ 2 4 ഇസ് എ കോമൺ എലമെന്റ്. 3 3 ഇല്ല, ഇവിടെ 3 4 ഉണ്ട്, ഇവിടെയും 3 4 ഉണ്ട്. സോ 3 4 ഇസ് എ കോമൺ എലമെന്റ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സിൽ 1 4 2 4 3 4 ഈ 3 എലമെന്റ്സ് ഇവിടെയും ഉണ്ട്. സോ ഇന്റർസെക്ഷൻ കൺസിസ്റ്റ് ordered pairs 1 4 2 4 3 4. കോമൺ എലമെന്റ്സ് ഏതൊക്കെയാ? ordered pairs 1 4 2 4 and 3 4. So A cross B intersection A cross C is equal to set 1 4 2 4 3 4. ഈ അണ്ടർലൈൻ ഇട്ട എലമെന്റ്സ് ആണ് കോമൺ എലമെന്റ്സ് ആയിട്ടുള്ളത്. 1 4 2 4 3 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയ ആൻസർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആൻസർ ആണ് നമുക്ക് മനസ്സിലാകും. A cross B intersection C is equal to A cross B intersection A cross C. സെയിം ആൻസർ ആണ് നമുക്ക് 1ലും 2ലും കിട്ടിയിരിക്കുന്നത്. Now third one, A cross B union C. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ബ്രാക്കറ്റ് ആണ്. B union C. B union C ന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 3 4 5 6. ഓക്കെ, എല്ലാ എലമെന്റ്സും എഴുതണം. ബിയിലെ എല്ലാ എലമെന്റ്സും എഴുതണം, സിയിലെ എല്ലാ എലമെന്റ്സും എഴുതണം. കോമൺ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യരുത്. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. യൂണിയൻ്റെ അകത്ത് എലമെന്റ്സിനെ ഒരു പ്രാവശ്യം മാത്രമേ എഴുതേണ്ടതുള്ളൂ. സോ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു 3 4 5 6. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ ക്രോസ് ബി യൂണിയൻ സി. എ ഇസ് സെറ്റ് 1 2 3, ബി യൂണിയൻ സി ഇസ് 3 4 5 6. സോ എ ക്രോസ് ബി യൂണിയൻ സി ഇസ് സെറ്റ് ordered pairs 1 3 1 4 1 5 1 6, 2 3 2 4 2 5 2 6, 3 3 3 4 3 5 3 6. ഇത്രയും എലമെന്റ്സ് ആണ് എ ക്രോസ് ബി യൂണിയൻ സിന്റെ അകത്ത് ഉണ്ടാവുക. 1 3 1 4 1 5 1 6, 2 3 2 4 2 5 2 6, 3 3 3 4 3 5 3 6. ഇതുപോലെ ഓർഡേഡ് പേഴ്സ് ആയിട്ട് എഴുതണം, കോമ ഇടണം. ഓക്കെ, നൗ
എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. നാലാമത്തെ പ്രോബ്ലം എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. A cross B is set of all ordered pairs 1 3 1 4 2 3 2 4 3 3 3 4. What is A cross C? 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6. So we have A cross B is set ordered pairs 1 3 1 4 2 3 2 4 3 3 3 4. Then A cross C is equal to set 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സെറ്റ്സിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കണം. അതായത് ഈ എല്ലാ എലമെൻസും നമ്മൾ ചേർക്കണം. കോമൺ എലമെൻസ് ഉണ്ടാകും, ഇവിടെയും വരുന്ന എലമെൻസ് ഉണ്ട്. അത് ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. സോ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ഈസ് ഈക്വൽ ടു സെറ്റ് എല്ലാ എലമെൻസും എഴുതണം. 1 3 1 4 1 5 ഓക്കെ 1 6 ഇവിടുത്തെ വരുന്ന എല്ലാ എലമെൻസും എഴുതണം. സെക്കൻഡ് സെറ്റിൽ വരുന്ന എല്ലാ എലമെൻസും എഴുതണം. 1 3 1 4 1 5 1 6 2 3 2 4 2 5 2 6 3 3 3 4 3 5 3 6. ഇനി നമ്മൾ തേർഡിൽ കിട്ടിയ ആൻസറും ഫോർത്തിൽ കിട്ടിയ ആൻസറും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാകും. എ ക്രോസ് ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. Now exercise 2.1 7th problem. Let A is equal to set 1 2, B equal to set 1 2 3 4, C equal to set 5 6, D is equal to set 5 6 7 8. Verify that A cross B intersection C is equal to A cross B intersection A cross C. Second one, A cross C is a subset of B cross D. ഈ രണ്ട് പ്രോബ്ലംസ് ആണ് ഇരിക്കുന്നത്. ആദ്യത്തത് വെരിഫൈ ദാറ്റ് എന്ന് പറയുന്ന പ്രോബ്ലമാണ്. അപ്പോൾ വെരിഫൈ ദാറ്റ് എന്ന് പറയുന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LHS കണ്ടുപിടിക്കണം, RHS കണ്ടുപിടിക്കണം. രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി അവസാനം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ആദ്യം നമ്മൾ ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം. എ ബി സി ഡി 4 സെറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ആദ്യം നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കാം. ബിയിലെയും സിയിലെയും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെ കണ്ടുപിടിക്കണം. ഇവിടെ 1 2 3 4 ഇവിടെ 1 2 3 4 ഉണ്ടോ? ഇല്ല. സോ ദർ ഇസ് നോ common elements. B intersection C is equal to null set. ഇപ്പോൾ സെക്കൻഡ് സെറ്റ് null set ആയി കഴിഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് A ക്രോസ് null set എന്തായിരിക്കും? null set ആണ്. A ക്രോസ് null set is null set. So A cross B intersection C is equal to null set. Now second one, A cross B intersection A cross C. A cross B എന്താ? set 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4. ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് സിയിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1 5 1 6 2 5 2 6. ഇനി ഇവിടെ വരുന്ന എലമെന്റ്സ് ഏതെങ്കിലും ഈ സെറ്റിന്റെ അകത്ത് വരുന്നുണ്ടോ നോക്കി. ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കണം. 1 5 ഇവിടെ ഉണ്ട്, 1 5 ഇവിടെ ഇല്ല. ഇവിടെ ഇരിക്കുന്ന 1 6 ഇവിടെ ഇല്ല. ഈ 2 5 ഇവിടെ ഇല്ല, 2 6ഉം ഇവിടെ ഇല്ല. ഇവിടുത്തെ എലമെന്റ്സ് ഒന്നും ആദ്യത്തെ സെറ്റിലില്ല. സോ ദർ ഇസ് നോ common elements. So intersection is null set. Okay, elements ഒന്നും common ആയിട്ടില്ല. So intersection is null set. So from 1 and 2 we have A cross B intersection C is equal to A cross B intersection A cross C. Second one, we have to check whether A cross C is a subset of B cross D. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. A is a subset of B. 1 2 എയിലിരിക്കുന്ന എലമെന്റ്സ് 1 2 ആ 1 2 ബിയിലുമുണ്ട്. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ആൻഡ് സി ഇസ് സെറ്റ് 5 6, ഡി ഇസ് 5 6 7 8. സി ഇസ് ക്ലിയർലി എ സബ്സെറ്റ് ഓഫ് ഡി. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, സി ഇസ് എ സബ്സെറ്റ് ഓഫ് ഡി. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? എ ക്രോസ് സി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോ, എ ക്രോസ് സി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം എ ക്രോസ് സി കണ്ടുപിടിക്കാം. എ ക്രോസ് സിയിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1 2 ആണ് എയിലിരിക്കുന്നത്, 5 6 ആണ് സിയിലിരിക്കുന്നത്. സോ എ ക്രോസ് സി ഇസ് ഈക്വൽ ടു 1 5 1 6 2 5 2 6. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി ക്രോസ് ഡി. അത് കുറച്ച് വലിയ സെറ്റ് ആയിരിക്കും, കാരണം ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. ബി ക്രോസ് ഡിന്റെ അകത്ത് 16 എലമെന്റ്സ് ഉണ്ടാകും. ഏതൊക്കെ എലമെന്റ്സാ? 1 5 1 6 1 7 1 8 2 5 2 6 2 7 2 8 3 5 3 6 3 7 3 8 4 5 4 6 4 7 4 8. So B cross D is equal to this set. 16 elements വേണം. 1 5 1 6 1 7 1 8 2 5 2 6 2 7 2 8 3 5 3 6 3 7 3 8
4 5 4 6 4 7 4 8. ഏത് എലമെന്റ്സിന് അണ്ടർലൈൻ ഇട്ട് വെച്ചിരിക്കുന്നത്? കോമൺ എലമെന്റ്സിനാണ്. 1 5 1 6 2 5 2 6. അപ്പോൾ ഇവിടെ കോമൺ എലമെന്റ്സ് ഉണ്ട്. അതായത് ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ഇവിടെയുണ്ട്. 1 5 ഉണ്ട്, 1 6 ഉണ്ട്, 2 5 ഉണ്ട്, 2 6 ഉണ്ട്. So clearly A cross C is a subset of B cross D. A cross C യിലെ എല്ലാ എലമെന്റ്സും B cross D ന്റെ അകത്തുണ്ട്. So A cross C is a subset of B cross D. Now exercise 2.1 എട്ടാമത്തെ പ്രോബ്ലം. Let A is equal to set 1 2 and B is equal to set 3 4. Write A cross B. How many subsets will A cross B have? List them. നമുക്ക് ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 4. എ ക്രോസ് ബി ഇസ് 1 3 1 4 2 3 2 4. എ ക്രോസ് ബിന്റെ അകത്ത് 4 എലമെന്റ്സ് ഉണ്ട്. എൻ ഓഫ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 4. ഒരു സെറ്റിന്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റ്സുകളുടെ എണ്ണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ അത്? ഇഫ് എ ഹാസ് n എലമെന്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 റൈസ് ടു n. Now here this set has 4 elements. So what is number of subsets of A cross B? Number of subsets of A cross B is equal to 2 raised to 4. ഒരു സെറ്റിന്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to n സബ്സെറ്റ്സ് ഉണ്ടാകും. ഒരു സെറ്റിന്റെ അകത്ത് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to 4 സബ്സെറ്റ്സ് ഉണ്ടാകും. So number of subsets of A cross B is equal to 2 raised to 4. n of A cross B is 4. So number of subsets of A cross B is equal to 2 raised to 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സബ്സെറ്റ്സുകളെ ലിസ്റ്റ് ചെയ്യണം. ഒരു സെറ്റിന്റെ സബ്സെറ്റ്സുകളെ ലിസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെറ്റ് എയുടെ സബ്സെറ്റ്സുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് 1 2 ആണ്. 1 is an element of A, 2 is an element of A. പക്ഷെ എ ക്രോസ് ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു എലമെന്റ് ഏതാ? ഓർഡേർഡ് പെയർ 1 3. ഇതാണ് ഫസ്റ്റ് എലമെന്റ്. ഇത് സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ്. ഒരു എലമെന്റിന്റെ ഫോം ഇതാണ്. ഓക്കെ, ഇവിടെ 1 ആണ് ഒരു എലമെന്റ്. ഇവിടെ നമ്മളോ ഓർഡേർഡ് പെയർ 1 3 ആണ് ഫസ്റ്റ് എലമെന്റ്. ഓർഡേർഡ് പെയർ 1 3 is an element. ഓക്കെ, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ എ ക്രോസ് ബിയിൽ സബ്സെറ്റ്സ് ചെയ്യുന്ന സമയത്ത് നൾ സെറ്റും ഹോൾ സെറ്റും സബ്സെറ്റ്സ് ഓഫ് എവറി സെറ്റ് അത് നമുക്കറിയാം. നൾ സെറ്റ് ആൻഡ് ഹോൾ സെറ്റ്സ് ആർ സബ്സെറ്റ്സ് ഓഫ് എവറി സെറ്റ്. സോ നൾ സെറ്റ് ഉണ്ടാകും, പിന്നെ ഈ ഹോൾ സെറ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഒരു എലമെന്റ് അടങ്ങിയിരിക്കുന്ന, അതായത് സിംഗിൾ ടൺ സെറ്റ്സ് എഴുതണം. ഓരോരോ എലമെന്റ് അടങ്ങിയിരിക്കുന്ന സെറ്റ്സ് അത് ഏതൊക്കെയായിരിക്കും? സെറ്റ് 1 3, സെറ്റ് 1 4, സെറ്റ് 2 3, സെറ്റ് 2 4. പിന്നെ എഴുതേണ്ടത് രണ്ട് എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സ് ആണ്. അത് ഏതൊക്കെ വരും? സെറ്റ് 1 3 1 4, സെറ്റ് 1 3 2 3, സെറ്റ് ഓർഡേർഡ് പെയർ 1 3, ഓർഡേർഡ് പെയർ 2 4. പിന്നെ എഴുതേണ്ടത് സെറ്റ് 1 4 2 3, സെറ്റ് 1 4 2 4, സെറ്റ് 2 3 2 4. ഇപ്പൊ രണ്ട് എലമെന്റ്സ് വരുന്ന സെറ്റായി. പിന്നീട് എഴുതേണ്ടത് 3 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സ് ആണ്. അത് ഏതൊക്കെയാ? 1 3 1 4 2 3 എഴുതണം. 1 3 1 4 2 4. പിന്നെ വരുന്നത് 1 3 2 3 2 4. പിന്നെ ലാസ്റ്റ് 1 4 2 3 2 4. അതുപോലെ 3 എണ്ണമായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അവസാനത്തത് 4 എലമെന്റ്സ് വരുന്ന ഈ ഹോൾ സെറ്റ് എഴുതണം. ഇപ്പൊ ഏതൊക്കെയാ സബ്സെറ്റ്സ് വരുന്നത്? നൾ സെറ്റ്, ഒറ്റൊരു എലമെന്റ് അടങ്ങിയിരിക്കുന്ന 4 സബ്സെറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ ഒരു എലമെന്റ് ഓർഡേർഡ് പെയർ 1 3 ആണ്. ഇപ്പോൾ ഓർഡേർഡ് പെയർ 1 3 അടങ്ങിയിരിക്കുന്ന ഒരു സിംഗിൾ ടൺ സെറ്റ്. അടുത്തത് ഓർഡേർഡ് പെയർ 1 4, സെറ്റ് ഓർഡേർഡ് പെയർ 2 3, സെറ്റ് ഓർഡേർഡ് പെയർ 2 4. അപ്പൊ ഇത് 4 സിംഗിൾ ടൺ സെറ്റ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ട് എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സുകളെ ലിസ്റ്റ് ചെയ്യണം. അതുപോലത്തെ 6 സബ്സെറ്റ്സ് ഉണ്ടാകും. ഏതൊക്കെയാ? സെറ്റ് ഓർഡേർഡ് പെയർ 1 3 1 4, സെറ്റ് ഓർഡേർഡ് പെയർ 1 3 2 3, സെറ്റ് ഓർഡേർഡ് പെയർ 1 3 2 4, സെറ്റ് ഓർഡേർഡ് പെയർ 1 4 2 3, പിന്നെ 1 4 2 4 2 3 2 4. പിന്നീട് എഴുതേണ്ടത് 3 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സുകൾ. അതുപോലെ ഇരിക്കുന്ന 4 സബ്സെറ്റ്സ് ഉണ്ടാകും. ഏതൊക്കെയാ? സെറ്റ് 1 3 1 4 2 3, 1 3 2 3 2 4, 1 3 1 4 2 4, 1 4 2 3 2 4. പിന്നെ എഴുതേണ്ടത് 4 എലമെന്റ്സും അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഹോൾ സെറ്റാണ്. എ ക്രോസ് ബി ആണ് നമ്മൾ എഴുതേണ്ടത്. അതേതാ? സെറ്റ് 1 3 1 4 2 3 2 4. ഇതാണ് 16 സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. 2 raised to 4 is equal to 16 subsets of A cross B. Now 9th one,
Let A and B be two sets such that n of A is 3 and n of B is 2. Number of elements in A is 3, number of elements in B is 2. If ordered pairs x1, y2, z1 are in A cross B, find A and B, where x, y and z are distinct elements. Okay, അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി തന്നിട്ടുണ്ട്, എ ക്രോസ് ബിയിലെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ എലമെന്റ്സാണ് തന്നിരിക്കുന്നത്? x1, y2, z1. ഈ എലമെന്റ്സ് എ ക്രോസ് ബിയിലെ എലമെന്റ്സാണ്. അപ്പൊ എയിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഓർഡേർഡ് പേഴ്സിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് സെറ്റ് എന്നാണ്. സോ എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു എ, z belongs to A. So A is equal to set x, y, z. B ന്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് വരും? 1, 2. ഇവിടെ 1 തന്നെയാണ്. സോ B is equal to set 1, 2. A is equal to set x, y, z. n of A is 3 എലമെന്റ്സ് കിട്ടി. B is equal to set 1, 2. ഈ ഫസ്റ്റ് എലമെന്റ്സുകൾ ചേർത്തിട്ട് A ഉണ്ടാക്കണം, സെക്കൻഡ് എലമെന്റുകൾ ചേർത്തിട്ട് B ഉണ്ടാക്കണം. ഓക്കെ. Now 10th one, the Cartesian product A cross A has 9 elements, among which are found -1, 0 and 0, 1. Find the set A and the remaining elements of A cross A. ശ്രദ്ധിച്ച് വായിക്കണേ. A cross A has 9 elements. n of A cross A is 9. So what is n of A? n of A cross A is equal to n of A into n of A, which is equal to 9. So what is n of A? n of A is equal to 3. 3 into 3 is 9. So n of A is equal to 3. n of A cross A is equal to 9. n of A cross A is n of A into n of A. n of A into n of A 9. സെയിം നമ്പർ രണ്ടെണ്ണമാണ്. സെയിം രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടണം. അത് ഏത് നമ്പറാ? 3. 3 into 3 is equal to 9. So n of A is equal to 3. എന്റെ അകത്ത് 3 എലമെന്റ്സ് വേണം. ഇനി എ ക്രോസ് എന്റെ അകത്തിരിക്കുന്ന എലമെന്റ്സ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് എയിൽ വരുന്ന എലമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നിരിക്കുന്നത് -1, 0. ഓർഡേർഡ് പെയർ -1, 0 ബിലോങ്സ് ടു എ ക്രോസ് എ. സോ ഫസ്റ്റ് എലമെന്റ് ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ് എ. -1 ബിലോങ്സ് ടു എ ആൻഡ് സെക്കൻഡ് എലമെന്റ് ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്. സെക്കൻഡ് സെറ്റും എ തന്നെയാണ്. 0 ബിലോങ്സ് ടു എ. സോ -1 ആൻഡ് 0 ബിലോങ്സ് ടു എ. ഇപ്പൊ 2 എലമെന്റ്സ് കിട്ടി. ഏതൊക്കെയാ? -1 ആൻഡ് 0. n of A is 3. എന്റെ അകത്ത് 3 എലമെന്റ്സ് വേണം. വേറൊരു എലമെന്റും കൂടി തന്നിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഉപയോഗിക്കാം. ഓർഡേർഡ് പെയർ 0, 1. 0 ബിലോങ്സ് ടു എ, 1 ബിലോങ്സ് ടു എ. 0 ആൻഡ് 1 ബിലോങ്സ് ടു എ. ഇപ്പൊ എന്റെ അകത്ത് വരുന്ന 3 എലമെന്റ്സ് കിട്ടിയല്ലോ. ഏതൊക്കെയാ? -1, 0, 1. സോ A is equal to set -1, 0, 1. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എ ക്രോസ് എയിലെ എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യണം. എ ക്രോസ് എയിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? -1, -1, -1, -0, -1, 1. 0, -1, 0, 0, 0, 1. 1, -1, 1, 0, 1, 1. So A cross A is equal to -1, -1, -1, 0, -1, 1. 0, -1, 0, 0, 0, 1. 1, -1, 1, 0, 1, 1. n of A cross A is equal to 9. 9 elements നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടി. Okay. A is equal to set -1, 0, 1. So n of A is 3 and n of A cross A is equal to 9. ഈ ബ്ലാക്ക് ബോർഡിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സിൽ നന്നായിട്ട് എഴുതണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ പ്രോബ്ലം 10th പ്രോബ്ലം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. വളരെ ഈസി ആയ ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.